ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ രോഗികളോടുള്ള സമീപനം എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചാണ്. ഞാനൊരു ഹോം നേഴ്സാണ്. ഞാൻ വർഷങ്ങളായിട്ട് ഈ ഹോം നേഴ്സ് ഫീൽഡിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇത്രയും നാളായിട്ടുള്ള എൻ്റെ അനുഭവങ്ങളാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നത്. നമ്മളൊരു രോഗിയെ നോക്കാൻ തുടങ്ങുമ്പോൾ, അത് നമ്മളെ വീട്ടിലുള്ള ആളായാലും നമ്മൾ രോഗി പരിപാലനമായിട്ട് വേറൊരു വീട്ടിൽ പോയി അവിടെ ശുശ്രൂഷിക്കാൻ തുടങ്ങുമ്പോഴായാലും നമ്മളിൽ ആദ്യം ഉണ്ടാകേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ രോഗിയുമായി നല്ലൊരു ബന്ധം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ആദ്യം തന്നെ നമ്മൾ ആ രോഗിയുടെ അടുത്തെത്തുമ്പോൾ നമ്മളിൽ നിന്നുണ്ടാകേണ്ടത് നല്ലൊരു പുഞ്ചിരിയോടുകൂടി നമ്മൾ രോഗിയെ സമീപിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ ജോലി ചെയ്യുന്നത് വളരെ സന്തോഷത്തോടെയാണെന്നുള്ളൊരു ഇൻഫർമേഷൻ അവർക്ക് കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മൾ രോഗിയുമായിട്ടുള്ള നമ്മളെ ഇടപെടൽ. നമ്മൾ രോഗികളോട് എപ്പോഴും നല്ല സന്തോഷത്തോടെ ഇടപെടണം. ഒരിക്കലും അവരോട് ദേഷ്യപ്പെടാൻ പോകരുത്. രോഗിക്ക് എല്ലാ സമയവും നമ്മളോട് സന്തോഷമായിട്ട് നമ്മളോട് സംസാരിക്കാൻ പറ്റില്ല. അവരുടെ രോഗത്തിൻ്റെ അവസ്ഥകൾ മൂലം, വേദനകൾ മൂലം അവർ പല സമയത്തും പല രീതിയിലായിരിക്കും നമ്മളോട് പ്രതികരിക്കുന്നത്. അപ്പം ഇതെല്ലാം നമ്മളൊരു സഹനശക്തിയോട് കൂടി നിന്ന് അവരെ നല്ല രീതിയിൽ കെയർ ചെയ്യണം. രോഗിക്ക് മെഡിസിന്, ഫുഡ്, ക്ലീൻ ചെയ്യുക, അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ നല്ലൊരു കേൾവിക്കാരായിരിക്കുക എന്നുള്ളതാണ്. അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുക. അത് രോഗിയിൽ വളരെ ആശ്വാസം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. രോഗികളെന്ന് പറഞ്ഞാൽ പല മാനസികാവസ്ഥയിലുള്ളവരായിരിക്കും. ചിലർക്ക് സ്ട്രോക്ക് വന്നൊക്കെ കിടക്കുന്നവർ ഒരു പ്രത്യേക മാനസികാവസ്ഥയിലായിരിക്കും. ക്യാൻസർ പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ അവർ വേറൊരു മാനസികാവസ്ഥയിലായിരിക്കും. അവർക്ക് എപ്പോഴും ഒരു ചിന്ത കാണും, ഞാനിനി രക്ഷപ്പെടുമോ ഇല്ലേ, ഞാനിനി എത്ര നാൾ കാണും. അപ്പോൾ ഇങ്ങനെ പല ചിന്തയിലുള്ളവരായിരിക്കും. ചിലരെന്ന് പറഞ്ഞാൽ ആക്സിഡൻ്റൊക്കെ പറ്റി പെട്ടെന്ന് കിടക്കയിലായി പോകുന്ന മനുഷ്യരെന്ന് പറഞ്ഞാൽ അവർ മാനസിക നില തന്നെ തെറ്റിയിരിക്കും. കാര്യം അവരൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം ജീവിതത്തിൽ പെട്ടെന്ന് സംഭവിക്കുമ്പോൾ അവർ വല്ലാത്ത പരിഭ്രാന്തിയിലാവുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. രോഗി ഏത് മാനസികാവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ആളായാലും ശരി, നമ്മളത് കൃത്യതയോടുകൂടി പഠിച്ച് അവരെ ശരിയായ രീതിയിൽ നമ്മൾ നോക്കണം. അവർക്ക് നല്ലൊരു പ്രതീക്ഷ കൊടുക്കണം. സാരമല്ല, പോട്ടെ, ഇതെല്ലാം ശരിയാവും എന്നുള്ള ഒരു ഉറപ്പ് എപ്പോഴും നമ്മുടെ രോഗിക്ക് കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. അതിൽ അവർക്ക് നല്ലൊരു പ്രതീക്ഷ ഉണ്ടാവും. കുഴപ്പമില്ല, ഞാൻ ശരിയാവും, എൻ്റെ അസുഖം മാറും, അല്ലെങ്കിൽ ഞാൻ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കും എന്നുള്ള ഒരു വലിയ പ്രതീക്ഷ നമ്മൾ പരിപാലിക്കാൻ നിൽക്കുന്നവർ അത് കൊടുക്കേണ്ടതാണ്. അല്ലാതെ നമ്മളിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യവും ഒരു രീതിയിലുള്ള സംസാരവും രോഗികളുടെ അടുത്ത് നമ്മൾ പറയാൻ പാടില്ല. അവരുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ അവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും നമുക്ക് കഴിയണം. പിന്നെ അവരെ സ്വകാര്യതയിൽ നമ്മൾ മാനിക്കണം. സ്ത്രീയായാലും പുരുഷനായാലും ഏത് പ്രായത്തിലുള്ള ഒരു വ്യക്തിയായാലും അവർക്ക് ഡയപ്പർ മാറുമ്പോഴോ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുമ്പോഴോ എല്ലാം നമ്മൾ ഡോറ് ക്ലോസ് ചെയ്തിട്ട് അവർക്ക് ഒരു സന്തോഷം വരുന്ന രീതിയിൽ, അതായത് അവർ കംഫർട്ടായിട്ട് അവർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അവർക്ക് കൂടുതലായി അതിൽ നിന്നെല്ലാം, രോഗാവസ്ഥയിൽ നിന്നെല്ലാം റിക്കവർ ആവാനുള്ള ഒരു പ്രതീക്ഷയാണ് നമ്മൾ ഇതിലൂടെയൊക്കെ ചെയ്യുന്നത്. കിടക്ക രോഗികളെ നോക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടിയാണ് നോക്കാൻ. എപ്പോഴും നല്ല വൃത്തിയോടുകൂടി അവരെ പരിപാലിക്കണം. അതുമാത്രമല്ല, ഫുഡ് കൊടുക്കുന്ന കാര്യത്തിൽ ശ്രദ്ധയോടുകൂടി കിടത്തിക്കൊണ്ട് ആഹാരം കൊടുക്കാൻ തല ഉയർത്തി വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഞാനൊരു സ്ട്രോക്ക് പേഷ്യൻറ്റിനെ നോക്കുന്ന സമയത്ത് അവർ എപ്പോഴും കരച്ചിലായിരുന്നു. കാര്യം അവർ പെട്ടെന്ന് ഇങ്ങനെ അസുഖം വന്ന് ഹോസ്പിറ്റലിലായി. ഒരുവിധമൊക്കെ അവർക്ക് കൈയും കാലുമൊക്കെ ഒന്ന് ചെറിയ രീതിയിൽ ചലിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ കൃത്യമായി ഇങ്ങനെ വ്യായാമമൊക്കെ ചെയ്ത് കൊടുത്ത് അവർ ഒരുവിധം ഇങ്ങനെ റിക്കവറായി വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എപ്പോഴും ആ രോഗി ഒരു സങ്കടമായിരുന്നു, എനിക്ക് നടക്കാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. എന്നെ ഇട്ടിട്ട് പോകരുത്, എന്നെ നോക്കണം, എന്നെ നടത്തണം. ഞാൻ പറഞ്ഞില്ല, ഒരിക്കലുമില്ല, ഞാൻ അമ്മയെ നോക്കും, ഞാൻ അമ്മയെ നടത്തിയിട്ടേ പോവുകയുള്ളൂ. ദൈവത്തിൻ്റെ ഒരു കാരുണ്യം കൊണ്ട് ഒരു 8 മാസം വരെ ആ വീട്ടിൽ നിൽക്കുകയും അമ്മയെ നന്നായിട്ട് എനിക്ക് നോക്കാനും ഒക്കെ പറ്റി. തനിയെ ബാത്റൂമിൽ നടന്നു പോകുന്ന ഒരു സ്റ്റേജ് ആയപ്പോഴും മാത്രമാണ് ഞാൻ ജോലിയിൽ നിന്ന് ഞാൻ വരുന്നത്. ഇത്രയും വർഷത്തെ ജോലിക്കിടയിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. മാനസിക രോഗികളെ നോക്കിയിട്ടുണ്ട്, സ്ട്രോക്ക് പേഷ്യൻറ്റിനെ നോക്കിയിട്ടുണ്ട്, ക്യാൻസർ പേഷ്യൻറ്റിനെ നോക്കിയിട്ടുണ്ട്. വിവിധ രീതിയിലുള്ള അസുഖങ്ങൾ ബാധിച്ച് കിടക്കുന്നവരെയൊക്കെ എനിക്ക് നോക്കേണ്ട ഒരു അവസരം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഞാൻ നോക്കിയ പേഷ്യൻറ്റുകളല്ല. അതായത് അക്രമവും അടിയും ചീത്തയും ചവിട്ടും ഒക്കെ ഉള്ള രോഗികളെ പോലും ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പം ചിലതൊക്കെ വലിയ അനുഭവങ്ങളാണ്. കാലും കൈയും ബെഡിൽ കെട്ടിയിട്ടേക്കുന്ന രോഗികളെ
രണ്ട് കൈയും രണ്ട് കാലും കെട്ടിയിട്ടേക്കുന്ന രോഗികൾ വരെ ഞാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ അവിടെയെല്ലാം ഞാൻ ക്ഷമയോടുകൂടി നോക്കുകയും ജോലിയൊക്കെ ഭംഗിയായി ചെയ്യാനും എനിക്ക് കഴിഞ്ഞു. അതിലൊന്നും എനിക്ക് ഒരു വിഷമം ഉള്ള ആളല്ല. അപ്പം ഞാനത് കൃത്യതയോടുകൂടി ഞാൻ ചെയ്തപ്പോൾ എനിക്ക് ഉണ്ടാകുന്ന ഒരു മാനസിക സന്തോഷം, ഞാനൊരു പുണ്യപ്രവൃത്തിയാണ് ചെയ്യുന്നത്. ഇതൊരു ശമ്പളത്തിന് ഞാൻ ജോലി ചെയ്യുന്നതിനേക്കാൾ ഉപരി എനിക്കൊരു സഹജീവികളോട് നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു കാരുണ്യം പ്രവൃത്തിയായിട്ടും കൂടെയാണ് ഞാനിതിനെ കാണുന്നത്. അതുകൊണ്ട് എൻ്റെ ഈ ഹോംലെസ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്യുന്ന ജോലിയാണ്. അതുപോലെ നമ്മൾ ഏത് വീട്ടിലുള്ള രോഗിയായാലും നമ്മൾ വേറെ വീടുകളിൽ പോയി ജോലി ചെയ്താലും അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ചെയ്താലും എവിടെയായാലും നമ്മൾ രോഗികളെ പരിപാലിക്കുമ്പോൾ നമ്മൾ വലിയ കാര്യക്ഷമതയോടുകൂടി തന്നെ അവരെ നോക്കണം. ഒട്ടും നമുക്ക് വെറുപ്പും ദേഷ്യവും ഒന്നുമില്ലാതെ വളരെ ശാന്തതയോടുകൂടി നമുക്ക് നോക്കാൻ പറ്റണം. ഇതൊരു ജോലിയായി മാത്രം കാണല്ലോ, ഒരു പുണ്യപ്രവൃത്തിയായും കൂടെ ഇതിനെ കാണണമെന്ന് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുകയും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് നിങ്ങളെ ഓരോരുത്തരെയും അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോകളുമായി ഇനിയും ഞാൻ വരുന്നതാണ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.